ഹലോ സഹോദരങ്ങളെ, നമസ്തേ. എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹം, സർവീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്താണ് ബാധാദോഷം? ആ ബാധാദോഷം എങ്ങനെ ഉണ്ടാകുന്നു? ഈ ബാധാദോഷം മുഖാന്തരം എന്താണ് ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഒന്നാമത്തേതായിട്ട്, ഒരു വ്യക്തിയിൽ ഒരു ബാധ പ്രവേശിച്ചാൽ, ബാധയെപ്പറ്റി പറഞ്ഞാൽ ഒരുപാടുണ്ട്. ഏതൊക്കെ രീതിയിലുള്ള ബാധകളുണ്ട്, എന്തൊക്കെ രീതിയിലുള്ള ബാധകദോഷങ്ങളുണ്ട്, ബാധ ഏതൊക്കെ ടൈപ്പുണ്ട്, ഏതൊക്കെ രീതിയിലുണ്ട്, അതൊരു വ്യക്തിയിൽ പ്രവേശിച്ചാൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് വിശദീകരിക്കാനായി നമുക്ക് മണിക്കൂർ സമയം വേണ്ടി വരും ഇതിനെപ്പറ്റി സംസാരിക്കാൻ തന്നെ. അപ്പം ഒരു വ്യക്തിയിലേക്ക് ബാധ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ അതായത് സ്വന്തം ബുദ്ധിമണ്ഡലങ്ങളെ ബ്ലോക്ക് ചെയ്ത് കളയും എന്ന് പറഞ്ഞാൽ സ്വന്തം കഴിവിനെ ബ്ലോക്ക് ചെയ്ത് കളയും. അവരെന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അവർക്ക് പോലും അറിയത്തില്ലാത്തൊരവസ്ഥ വരും. വീട്ടിൽ സമാധാനം ഉണ്ടായിരിക്കില്ല. ഒരു പലവിധ എല്ലാം പ്രശ്നങ്ങളിലേക്കായിരിക്കും ചെന്ന് കഴിയുന്നത്. ഒരു കുടുംബമാണെങ്കിൽ പോലും ഒരു കുടുംബത്ത് ബാധാദോഷം വന്നു കഴിഞ്ഞാൽ ആ കുടുംബത്തെ ഉന്മൂലനം ചെയ്യുന്ന രീതിയിലായിരിക്കും ആ ബാധയുടെ പ്രശ്നങ്ങൾ ഇറങ്ങുന്നത്. എന്താണ് ഈ ബാധാദോഷം? എന്താണ് ബാധ? അതിനെപ്പറ്റിയൊക്കെ ഒന്ന് അറിയണ്ടേ? അതറിയണമെങ്കിലും ഇതുപോലെ ഒരു ക്ഷമയോടെ വീഡിയോകൾ മുഴുവൻ കേട്ടിരിക്കാൻ പറ്റുന്നവർക്ക് മാത്രമേ ഈ ബാധ എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ. ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ട്, ഒരുപാട് പേര് വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം എന്തായിരുന്നാലും ഈ ബാധാദോഷത്തെ പറ്റി ഞാൻ ബാധാദോഷങ്ങൾ മാത്രമല്ല, ശത്രുദോഷത്തിൻ്റെ പോലും ഒരു ഭാഗം മാത്രം, നമ്മളിലെ ശത്രുവിനെ മാത്രമേ ഞാൻ ഒരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുള്ളൂ. ശത്രുദോഷങ്ങൾ ഒരുപാടുണ്ട്, അതിനെപ്പറ്റി അടുത്ത വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും ഈ ബാധാദോഷം ഒരു കുടുംബമോ ഒരു വ്യക്തിയെയോ ഒരു ദേശത്തെയോ നശിപ്പിക്കാൻ പറ്റുന്ന ബാധകളുണ്ട്. അതേതൊക്കെ സൈസ് ബാധകളാണ്, അതേതൊക്കെ രീതിയിൽ നമ്മളെ ബാധിക്കും? രോഗമായിട്ട് ബാധിക്കും, ദുഃഖങ്ങളായിട്ട് ബാധിക്കും. അതുപോലെ തന്നെ മയക്കുമരുന്ന്, മദ്യം, കുടുംബത്തിന് രസമില്ലാഴിക, കുടുംബ ബന്ധത്തിന് എന്താണ് വിള്ളൽ വീഴുന്ന രീതിയിൽ, കുടുംബം നശിപ്പിച്ച് കളയുന്ന രീതിയിൽ ഒരുപാട് രീതിയിൽ ബാധാദോഷങ്ങളുണ്ടാവും. അതേത് രീതിയിലുള്ള ബാധയാണ്, എന്താണ് കാര്യം, ഏത് രീതിയിൽ വന്നേക്കുന്ന ബാധയാണെന്ന് നോക്കി അതിൻ്റേതായ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്ത് അതിനെ ആവാഹിക്കുക എന്ന് പറയുന്ന കാര്യം പിന്നത്തെ കാര്യമാണ്. നമ്മുടെ സ്ഥലത്ത് നിന്ന് അതിനെ ഒഴിവാക്കി കളയുക, നമ്മുടെ ദേഹത്തു നിന്ന് അതിനെ ഒഴിവാക്കുക, നമ്മുടെ ശരീരത്തിൽ നിന്ന് അതിനെ എന്നേക്ക് ഒഴിവാക്കി കളയുക. ആവാഹനവും കാര്യങ്ങളും ഒക്കെ പിന്നത്തെ കഥയാണ്. അങ്ങനെ കുടുംബത്തെ രക്ഷപ്പെടുത്തുക, വ്യക്തിയെ രക്ഷപ്പെടുത്തുക, അങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനുമായിട്ട് ബന്ധപ്പെടണം, എന്നെ കോൺടാക്റ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഈ വീഡിയോ ഒരുപാട് നീട്ടിക്കൊണ്ട് പോകാത്തതിൻ്റെ കാര്യം ഇത് തന്നെയാണ്, ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ. ഓക്കെ, എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.